ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് കാലുകുത്തുന്ന നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് ബംഗ്ലാദേശ് നിയമമന്ത്രി എം അസുദ്ദീമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സ്വന്തം ജീവനെ ഭയപ്പെടുന്നുണ്ട് എങ്കിലും ഡിസംബറോടെ രാജ്യത്ത് തിരിച്ചെത്താൻ താൻ ദൃഢനിശ്ചയം ചെയ്തതായാണ് ഹസീന വ്യക്തമാക്കിയത്. അതായത്, ഞാൻ കൊല്ലപ്പെട്ടേക്കാം, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, എന്നെ ജയിലിൽ അയച്ചേക്കാം, എൻ്റെ വിധി എന്തായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായും അറിയാം. എന്നിരുന്നാലും എന്റെ ആളുകൾ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് തിരികെ പോകണം. ഇതായിരുന്നു ഷെയ്ഖ് ഹസീന വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ഗൂഢാലോചനകളെയും അതിജീവിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്താൻ താൻ ദൃഢനിശ്ചയം ചെയ്യുന്നതായും ഇന്ത്യയിലുള്ള മുൻ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം 2025 നവംബറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹസീനയ്ക്ക് അറസ്റ്റിലാകുന്നതിന് മുൻപ് കോടതിയിൽ നേരിട്ട് കീഴടങ്ങാൻ പോലും അവസരം ലഭിച്ചില്ലെന്ന് വരില്ല എന്ന്, അതായത് ലഭിക്കേണ്ടി വരില്ല എന്നാണ് അസുദ്ദീമാൻ വ്യക്തമാക്കുന്നത്. തിരിച്ചുവരവിനുള്ള വഴിക്ക് ഹസീന, അതായത് അവരുടെ തിരിച്ചുവരവ് അത്ര എളുപ്പമായിരിക്കില്ല എന്നും അവർക്ക് മടങ്ങി വരാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ അസുദ്ദീമാൻ, എന്നാൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും നിയമം തന്നെ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അധികാരം നടപ്പിലാക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. 2024 യുവജന പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് അധികാരത്തിൽ നിന്ന് വന്ന ഇടക്കാല സർക്കാർ നിരോധിച്ച അവാമി ലീഗിന്റെ നേതാവായ ഷെയ്ഖ് ഹസീനയുടെ പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹസീനയ്ക്ക് എങ്ങനെ തിരികെ വരാൻ കഴിയുമെന്ന ചോദ്യത്തിനും അത് അവരുടെ പ്രശ്നമാണ്, എന്റേതല്ല എന്നതായിരുന്നു അസുദ്ദീമാന്റെ പ്രതികരണം. എന്തായാലും ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ തുടർന്ന് സർക്കാർ അട്ടിമറിക്കപ്പെട്ടതോടെ ഷെയ്ഖ് ഹസീന 2024 മുതൽ ഇന്ത്യയിൽ പ്രവാസത്തിൽ കഴിയുകയാണ്. ഒരു വർഷത്തിനു ശേഷം വിദ്യാർത്ഥി പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ശ്രമിച്ചെന്ന കേസിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ രാജ്യാന്തര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഹസീനയുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വധശിക്ഷ വിധിച്ചു. വിധി നിയമത്തിന്റെ മേലങ്കി അണിഞ്ഞ രാഷ്ട്രീയ പ്രതികാരമാണ് എന്നാണ് ഹസീന അതിനെ വിശേഷിപ്പിച്ചത്. ഈ വർഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന ഹസീനയെ കൈമാറാൻ ബംഗ്ലാദേശ് സർക്കാർ ശ്രമം തുടരുന്നതിനിടയിലാണ് രാജ്യത്തേക്ക് മടങ്ങുമെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തേക്ക് മടങ്ങിയെത്തിയാൽ ഹസീനയുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സർക്കാർ.